ഇന്ന് രാവിലെ വരെ ബി.ജെ.പി. നേതാവായിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസ് നേതാവായി മാറിയ നിമിഷങ്ങളിലാണ് നമ്മൾ ഈ വാർത്താ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളതും സന്ദീപ് വാര്യരുടെ വാക്കുകൾ തന്നെയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംഘവുമാണ് താൻ കോൺഗ്രസിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളും മാനവികമായ അടുപ്പങ്ങളും നിലനിൽക്കണമെന്നാണ് താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ വെറുപ്പിന്റെ ഫാക്ടറി പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നു. വെറുപ്പിന്റെ ഫാക്ടറിയിൽ ബി.ജെ.പിയുടെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ പ്രവർത്തിച്ചതിൽ തനിക്ക് ജാള്യതയുണ്ടായിരുന്നുവെന്നും സന്ദീപ് പറയുന്നു. കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, ബി.ജെ.പിക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പെറുന്നത്. ഇതിനിടയിൽ CPM നേതാവ് MP രാജേഷ് പറയുന്നത് പാമ്പ് എന്നാണ്. പാമ്പ് എന്ന് പറയുന്നത് കാളിയൻ എന്ന വലിയ വിഷവാഹിനിയായ പാമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതായത് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു വർഗീയതയുടെ കാളിയനെ എടുത്തിട്ട് കഴുത്തിൽ ചുറ്റി അണിയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുന്നു എന്നാണ് CPM നേതാവ് MP രാജേഷ് സൂചിപ്പിച്ചത്.